നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗണേഷ് കുമാർ നിങ്ങൾ രാജിവെക്കരുത്. ഇത് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. ഉമ്മൻചാണ്ടിയോട് ഒരുപക്ഷെ ചില പോരായ്മകളൊക്കെ തന്നെ ഗണേഷിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ മറന്നു വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനതയ്ക്ക് ഒരു നല്ല മന്ത്രിയെയാണ് ആവശ്യം ഇപ്പോൾ ഈ ഘട്ടത്തിൽ. അത് നിങ്ങൾ മാത്രമാണെന്നാണ് ഇപ്പോൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാർത്ത വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ഈ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല, ഒരു കാര്യത്തിലും സ്വന്തമായുള്ള അഭിപ്രായം പറയുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞു. വളരെ വേദനയോടുകൂടി അദ്ദേഹം പറഞ്ഞത് എന്നെല്ലാവർക്കും മനസ്സിലായതുമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇങ്ങനെ, അതായത് സ്വന്തം നിലപാട് പറയാതെ, തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാതെ, അല്ലെങ്കിൽ ശരി ഏതാണോ അതിന്റെ പിന്നാലെ പോയി അത് നാടിനെ എങ്ങനെയാണോ ഉതകതക്ക വിധത്തിലേക്ക് അത് മാറ്റുക, അങ്ങനെ കൊണ്ടുവരിക, KSRTCക്ക് നല്ലൊരു ഭാവി കൊണ്ടുവരിക, ഇതൊക്കെ തന്നെ ചെയ്യാതെ ഒരു കാരണവശാലും ഗണേഷ് കുമാറിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം നിലപാട് മറന്നൊന്നും ചെയ്യാനും കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾ ഒറ്റ സ്വരത്തിൽ പറയുന്നത് നിങ്ങൾ രാജിവെക്കരുത് എന്ന്. കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത പറഞ്ഞ ഒരു വാർത്തയുടെ തൊട്ടു താഴെ വന്ന കമന്റുകൾ മതി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതിൽ ചില കമന്റുകൾ ഇങ്ങനെ: ഗണേഷ് കുമാർ മന്ത്രി ഒരിക്കലും രാജിവെക്കരുത്. പിണറായിയുടെ വാക്കിന് പുല്ലുവില ജനങ്ങൾ കൊടുക്കും. ജനങ്ങളുടെ മനസ്സ് തളർത്തരുത്. ഗണേഷ് മന്ത്രിയായി തന്നെ വേണം പ്ലീസ്. നട്ടലുള്ള ഒരാളും തന്റെ മന്ത്രിസഭയിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയാണ് മുഖ്യൻ മന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുള്ളത്. ശൈലജ ടീച്ചർ അഥവാ ഐസക് എന്നിവർ പുറത്താക്കപ്പെട്ടതും വെറുതെയല്ല. രാജിവെച്ചാൽ മൊത്തം മന്ത്രിമാരെയും കൊണ്ടേ പോവൂ. സപ്പോർട്ട് ഗണേഷ് കുമാറിന്. പിണറായിയുടെ വാക്കുകൾ കേട്ട് ദയവായി പുറത്തു പോകരുത്. നിങ്ങൾ തുടരണം. അത് ഇവിടത്തെ സാധാരണക്കാരന്റെ ആവശ്യമാണ്. ഗണേഷ് കുമാർ, നിങ്ങൾ ഒരു കാരണവശാലും രാജിവെക്കരുത്. അന്തസ്സും ആഭിജാത്യവും ഒരുത്തനും വേണ്ടി പണയം വെക്കരുത്. കീറിപ്പഴകിയ തുണിയിൽ പുതിയ തുണി തുന്നിച്ചേർത്താൽ പഴയ തുണി നശിക്കുകയും പുതിയ തുണി കുറെ അധികം ശോഭിക്കുകയും ചെയ്യും. അത് പഴയ തുണിയെ നമ്മൾ വെറുക്കാൻ ഇടയാക്കും. ആ വെറുപ്പ് താങ്ങാൻ പഴയ തുണിക്ക് ആകില്ലല്ലോ. മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സത്യത്തെ പൊതുജനങ്ങൾക്ക് മുന്നിൽ കാണിക്കണം. പോരാടുക തന്നെ വേണം. പൊരുതുക. മുന്നോട്ട് വേണം പോകേണ്ടത്. ഈ തിരുട്ട് ഭരണം മതിയാക്കി BJPയിൽ പോകൂ എന്ന് പറയുന്നവരുമുണ്ട്. അല്ലെങ്കിലും വിഭീഷണന് ലങ്കയിൽ അധികകാലം നിൽക്കാനാവില്ല. അസുരന്മാരുടെ ഇടയിൽ ദേവന് സ്ഥാനമില്ലല്ലോ. അപ്പോൾ വിഭീഷണൻ പടിയിറങ്ങിയാൽ ഇനി രാമനിൽ ആശ്രയിക്കും. രാമായണം ആവർത്തിക്കുകയും ചെയ്യും. ഗണേഷ് പുറത്തു ചാടിയാൽ വെറുതെ ഇരിക്കുമെന്ന് ജനത്തിന് തോന്നുന്നില്ല. പുറത്തു ചാടുന്ന ഗണേഷ് ഇവന്മാർക്ക് ഒരു പേടി സ്വപ്നമായിരിക്കും. അന്തം വിട്ട പ്രതി എന്തും ചെയ്യും. ഉമ്മൻചാണ്ടിയെ പുറത്തു ചാടിച്ച ഗണേഷ് അത് ഇനിയും പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിന് പ്രയാസമുണ്ടാവുകയില്ല. അങ്ങനെയെങ്കിലും ഒരു നല്ല കാര്യം കേരളത്തിന് വേണ്ടി ചെയ്യാൻ ശ്രമിക്കൂ ഗണേഷ് കുമാർ എന്ന് പറയുന്നവരുമുണ്ട്. ഒരാളെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ 98% ആൾക്കാരും ഒറ്റ സ്വരത്തിൽ പറയുന്നു നിങ്ങൾ നല്ലൊരു മന്ത്രിയാണെന്ന്. അല്ലെങ്കിലും നല്ല മന്ത്രിയാണോ മോശം മന്ത്രിയാണോ എന്ന് ഒരു മാസമെങ്കിലും തികച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോയാലല്ലേ കഴിയുകയുള്ളൂ. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുത്തനെയും അനുവദിക്കില്ല എന്ന ശാഠ്യം പിടിക്കുകയാണെങ്കിൽ അതെങ്ങനെ ശരിയാകും എന്നാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും മന്ത്രി ഗണേഷ് കുമാർ വന്നപ്പോൾ KSRTCയിൽ ചില മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ടായി. KSRTCയിൽ മാത്രമല്ല, പൊതുഗതാഗതത്തിലാകെ തന്നെ മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ മാറ്റമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യം. ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു, നിങ്ങൾ രാജിവെച്ചില്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കരുത്. നിങ്ങൾ എന്താണോ ഇത്രയും നാളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഗണേഷ് കുമാറിനോട് എല്ലാവർക്കും ഒറ്റ സ്വരത്തിൽ പറയുവാനുള്ളത്.